വല്ല സംശയമുണ്ടോ? UDFിൻ്റെ വമ്പിച്ച വിജയം ഉണ്ടാവും, ഒരു സംശയമില്ല. UDF വളരെ കോൺഫിഡൻസിലാണ്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ ഇവിടുത്തെ ഞാൻ വന്ന് ചാർജൊക്കെ എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളതുകൊണ്ട് 263 ബൂത്താണ്. ആ 263 ബൂത്തിൽ ഈ 2 പേരുടെ യോഗം വിളിച്ചപ്പോൾ അസുഖം കാരണവും അത്യാവശ്യം വീട്ടിലെ അത്യാവശ്യമുള്ളതുകൊണ്ട് ആകെ ആബ്സെൻ്റ് 8 ആളാണ്. ഞങ്ങളെക്കാളും മുന്നിലാണ് പ്രവർത്തകർ. സാധാരണ ബൈ ഇലക്ഷനൊക്കെ നമ്മൾ എന്താ പറയുക, ചൂട്ട് കത്തിച്ചിട്ട് ഓടിക്കണ ആളുകളെ. ഇപ്പം അതല്ല, അവർ പ്രവർത്തകർ നേതാക്കന്മാരെ ഓടിച്ചുകൊണ്ടിരിക്കുക. അതാണ് സ്ഥിതി. ഒരു പ്രശ്നമില്ല. എന്താ പറയണോ? തീർച്ചയായിട്ടും ഈ BJP ഒരു കോൺഗ്രസിൽ നിന്നൊരാളെ അടർത്തിയെടുത്ത് കേരള എന്ന് തെറ്റിച്ച് പറയരുത്. തെറ്റിച്ച് പറയരുത്. അത് ആ ചോദ്യം വിട്ടേക്ക്. ആ ചോദ്യം വിട്ടു. ആ ചോദ്യം പോയി. ആ ചോദ്യം ക്യാൻസലായി. BJPയെ സംബന്ധിച്ച് ഞാൻ പറയാം. BJP ഈസ് ഇൻ ഡോൾ ഡ്രംസ്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. പൊതുവിൽ ബൈ ഇലക്ഷൻ അങ്ങനെയാണ്. ഇപ്പം എന്താ തൃക്കാക്കര ഉണ്ടായത്? രാധാകൃഷ്ണനെ പിടിച്ചു നിർത്തി. പാവം, നമ്മുടെ സ്നേഹിതനാണ്. പക്ഷെ വളരെ ധൈര്യമായില്ലേ. ഞങ്ങൾ ഒരു കണക്ക് കൂട്ടുമല്ലോ. ഞങ്ങളുടെ കണക്ക് കൂട്ടൽ തെറ്റിച്ചത് BJPയാണ്. എവിടെ? പുതുപ്പള്ളി. പിടിക്കുന്ന പറഞ്ഞ വോട്ട് പോലും പിടിച്ചില്ല. 5 അക്കത്തിലെത്തിയില്ല അല്ലേ? ഇനി വലിയ വാളെടുത്തിട്ട് വന്നതല്ലേ പാലക്കാട്. അപ്പോൾ ബൈ ഇലക്ഷനിൽ BJP പെർഫോം ചെയ്യുന്നില്ല. ഞാൻ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. BJPയുടെ പെർഫോമൻസ് ഏറ്റവും മോശമായിരിക്കും. കാരണം അവർക്ക് പറ്റണില്ല, അവർക്ക് മടുത്തു. അവരുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞല്ലോ, ഒരു സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയും ഞങ്ങൾക്ക് വയ്യാന്ന്. അപ്പോൾ എന്താ ചെയ്യാ? ചോദ്യം പ്രസക്തമാണ്. ഏതാ ഇന്ത്യയെ പോലെ തന്നെ UDFിന്റെ ഭാഗമായ ഒരു കക്ഷിയുടെ നേതാവിനെ നടത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? UDFിൽ നിന്ന് കൂടുതൽ ആളുകൾ ഞാൻ കേട്ടില്ല കേട്ടോ. പിന്നെ ഒറ്റക്കാര്യം കൂടെ UDF എന്തെങ്കിലും വിഷയത്തിൽ ഈ അസ്വാരസ്യങ്ങളുണ്ടോ? കാരണം വെച്ചാൽ ചില വാർത്തകൾ വരുന്നുണ്ട്, ചില VD സതീശന്റെ നയത്തിൽ ലീഗിന് അതിർത്തി എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. താങ്കൾ എങ്ങനെ കാണുന്നത്? UDFിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇത്രയും യുണൈറ്റഡ് ആയിട്ടൊരു കാലം ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ UDFിലെ ഒരു ജാമ്പവാനാണ്. 35 കൊല്ലമായി UDF ലൈസർ കമ്മിറ്റി പങ്കെടുക്കുന്നുണ്ട്. ആര്യാടൻ്റെ ഒക്കെ ഒപ്പം പങ്കെടുക്കുന്ന ഒരാളാണ്. ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടും യുണൈറ്റഡ് ആയിട്ട് നിന്നൊരു കാലം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങളുടെ 2 മീറ്റിംഗ് കഴിഞ്ഞല്ലോ ഈ മാസം. അതായത് കോഴിക്കോട് വെച്ച് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ത്രേഷ് ഔട്ട് ചെയ്തതാണല്ലോ 2-ാം തീയതി. അന്ന് തന്നെ വ്യക്തമായിട്ട് നമ്മളെല്ലാം നിലപാടും എടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇലക്ഷൻ വന്ന ശേഷം വീണ്ടും നമ്മൾ ഗൂഗിളിൽ ലീഡേഴ്സ് ഒന്നും കൂടി. അതിലൊക്കെ വളരെ വ്യക്തമാണ്, ഒരു പ്രശ്നവുമില്ല. സർക്കാരിൻ്റെ ഭാഗമായ ഒരു MLA ആ സ്ഥാനം രാജിവെച്ച് പ്രതിപക്ഷത്തേക്ക് വരാൻ ഒരുങ്ങുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേരെ വാതിൽ കൊട്ടിയെടുക്കുന്നു. അപ്പോൾ ഇതുപോലെ വരാൻ ഇനിയും നിരവധി പേരുണ്ടാകാം. അപ്പോൾ അവർക്ക് മുമ്പിൽ ഒരു സന്ദേശമാണോ ഇത്? അപ്പോൾ അവരൊരുപാട് ആൾക്കാർ രാജിവെക്കാൻ നിൽക്കുകയാണോ? അല്ല, അങ്ങനെ വരാൻ അങ്ങനെ വരില്ല. അങ്ങനെ വരുന്നവർ വരേണ്ട നോക്കാം, അവർ വരട്ടെ. എന്തുകൊണ്ടാണ് PV അൻവറിനെ അല്ല രാജിവെക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്? ഒരു പൊതു തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ CPM ഒരുപാട് ആൾ രാജിവെക്കാൻ റെഡിയായിട്ട് നിൽക്കുക എന്നുള്ള ചോദ്യമാണ് താങ്കൾ ചോദിക്കുന്നത്. അങ്ങനെയാണ് UDF പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, താങ്കളാണ് പറഞ്ഞത്. അപ്പോൾ താങ്കളുടെ ചോദ്യത്തിൻ്റെ അർത്ഥം CPMൽ നിന്ന് കണ്ടമാനം ആൾക്കാർ രാജിവെക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അല്ല, അവർ വരട്ടെ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇത്ര ആൾ രാജിവെക്കേണ്ടതെന്നാണ്. ഈ ഇപ്പം താങ്കൾ പറഞ്ഞു BJP നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല, BJPക്ക് ഉപതെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അത് ബോധപൂർവമാണോ അതോ അവർക്ക് പറ്റാഞ്ഞിട്ടാണ്? അവർക്ക് റോളില്ല. അവരുടെ ഒരു പ്രോബ്ലം എന്താ പറയുക BJPക്ക് കേരളത്തിൽ പൊതുവിൽ? ഇപ്പോൾ നമ്മളൊരു മല കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനേ പറ്റുള്ളൂ. അവരൊരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു, അവർക്ക് കയറാവുന്നതിൻ്റെ മാക്സിമമായി. ഇനി അവർക്ക് കയറാൻ സ്ഥലമില്ല. അപ്പോൾ അവർ സ്റ്റാഗ്നേറ്റ് ചെയ്യുകയാണ്. എന്നാലോ സാധാരണ എല്ലാവരും സ്റ്റാഗ്നേറ്റ് ചെയ്യുക, LDF UDF ഒക്കെ സ്റ്റാഗ്നേറ്റ് ചെയ്യുക. അങ്ങനെ ഭരണത്തിലെത്തിയിട്ട് ഇവർ അസംബ്ലിയിൽ എത്താതെ സ്റ്റാഗ്നേറ്റ് ചെയ്തു. എർലി പീക്കിംഗ് എന്ന് പറയും അതിനെ. അപ്പോൾ അതുകൊണ്ട് BJP കേരളത്തിൽ അസംബ്ലിയിൽ വരാതെ തന്നെ സ്റ്റാഗ്നേറ്റ് ചെയ്തു. ഞങ്ങളൊക്കെ സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നുണ്ട്. 40-45 എന്നുള്ള ആ ഒരു % വോട്ടുണ്ടല്ലോ,
അതൊരു സ്റ്റാഗ്നേഷനാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് വോട്ടില്ലല്ലോ. ഇപ്പോൾ UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ 60% വോട്ട് കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കില്ലേ? അപ്പോൾ നമ്മുടെ വോട്ടെന്ന് പറയുന്നത് LDF UDF വോട്ടെന്ന് 45-47 ആണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അല്ലേ? അപ്പം BJP ബെസ്റ്റ് പെർഫോമൻസ് ഈസ് ഓവർ. അത് ഞാൻ ഒരു പല ഡിസ്കഷനിൽ പറഞ്ഞു. അവരവരുടെ ഒരു പ്ലാറ്റ്യൂവിലെത്തി കഴിഞ്ഞു. ഇനി അവർക്ക് മുകളിലേക്കില്ല. അത് അവരുടെ കഷ്ടം. എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ എല്ലാവരും ഭരണത്തിലെത്തിയിട്ടാണ് പ്ലാറ്റ്യൂവിലെത്തുന്നത്. അപ്പോൾ ഇന്ത്യയിൽ BJP പ്ലാറ്റ്യൂവിലെത്തിയില്ല, ഒരു ഭരണത്തിലെത്തി. ഇവിടുത്തെ കേരളത്തിലെ BJP പ്രശ്നം അവർ അസംബ്ലിയിലെത്തുന്നതിനേക്കാൾ മുമ്പേ അവർ സ്റ്റാഗ്നേറ്റ് ചെയ്തു. ഇനി അവർക്ക് മുകളിലേക്ക് കയറാനുള്ള സ്പേസ് ഇല്ല. അതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് അവരുടെ ആളുകൾക്ക് എല്ലാം നിരാശയാണ്. എന്തിനാ ഇലക്ഷൻ നിൽക്കണേ?